കഴിഞ്ഞ വീഡിയോകളിലൂടെ ഇംഗ്ലീഷ് ഗ്രാമറിലെ ടെൻസസും പാർട്സ് ഓഫ് സ്പീച്ചും നാം പഠിച്ചു കഴിഞ്ഞു. ആ വീഡിയോസിൻ്റെ ലിങ്ക് ചുവടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നാം പഠിക്കുവാനായി പോകുന്നത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആണ്. അതായത് ഒരു സെൻറ്റൻസ് രൂപീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില നിയമങ്ങൾ. അതിനു മുൻപായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിക്കാനുണ്ട്. ഒരു നൗൺ എങ്ങനെ പ്ലൂറൽ ഫോം ആകുന്നു, ഒരു വെർബ് എങ്ങനെ സിംഗുലർ ഫോം ആകുന്നു. ബേസിക്കലി ഒരു നൗൺ സിംഗുലർ ഫോമായാണ് കാണപ്പെടുന്നത്. ഉദാഹരണം പെൻ, ബുക്ക്, സ്റ്റുഡൻറ്റ്. അതിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കുമ്പോഴാണ് പ്ലൂറൽ ഫോം ആകുന്നത്. പെൻസ്, ബുക്സ്, സ്റ്റുഡൻസ്. എന്നാൽ ഒരു വെർബ് ബേസിക്കലി പ്ലൂറൽ ഫോമിലാണ് കാണപ്പെടുന്നത്. ഉദാഹരണത്തിന് ജംപ്, ഡാൻസ്, ലുക്ക്, തിങ്ക്, റൈറ്റ്. അപ്പോൾ വെർബ് സിംഗുലർ ഫോം ആക്കാനായി എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കണം. നോക്കാം. ഉദാഹരണം ലുക്ക്, ലുക്സ്. ലുക്കാണ് ബേസിക്കലി വെർബ്, അത് സിംഗുലർ ഫോം ആക്കാൻ ലുക്സ്. കുക്ക്, കുക്സ്. കുക്സ് സിംഗുലർ ഫോം. തിങ്ക്, തിങ്സ്. നാം റൂൾസ് പഠിക്കുമ്പോൾ ആദ്യമായി ബേസിക് റൂൾ നോക്കാം. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് ബേസിക് റൂൾ എന്തെന്നാൽ എ സിംഗുലർ സബ്ജക്റ്റ് ടേക്സ് എ സിംഗുലർ വെർബ് വേറാസ് പ്ലൂറൽ സബ്ജക്റ്റ് ടേക്സ് എ പ്ലൂറൽ വെർബ്. ഒരു സെൻറ്റൻസ് രൂപീകരിക്കുമ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ആ സെൻറ്റൻസിൽ സിംഗുലർ വെർബ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഉദാഹരണം ഷീ ഗോസ് ടു ദി സൂപ്പർ മാർക്കറ്റ്. സബ്ജക്റ്റ് ആയിട്ടുള്ള ഷീ സിംഗുലർ ആണ്. അതിനൊപ്പം ഗോ എന്ന വെർബിൻ്റെ സിംഗുലർ ഫോമായ ഗോസ് ആണ് ചേർക്കേണ്ടത്. എന്നാൽ ഒരു സെൻറ്റൻസ് രൂപീകരിക്കുമ്പോൾ സബ്ജക്റ്റ് പ്ലൂറൽ ഫോമിലാണെങ്കിൽ പ്ലൂറൽ വെർബ് ആണ് ചേർക്കേണ്ടത്. ഉദാഹരണം ഡോഗ്സ് ബൈറ്റ്. ഇവിടെ ഒന്നിലധികം ഡോഗ് ഉണ്ട്, ഡോഗ്സ്. അതുകൊണ്ട് വെർബിൻ്റെ പ്ലൂറൽ ഫോം ബൈറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. മറ്റുദാഹരണങ്ങൾ സ്റ്റുഡൻറ്റ് റൈറ്റ്സ് സിംഗുലർ ഫോമിലാണ്, സ്റ്റുഡൻസ് റൈറ്റ് പ്ലൂറൽ ഫോമിൽ. ഹീ ഗോസ് സിംഗുലർ ഫോം, ദേ ഗോ പ്ലൂറൽ ഫോം. അപ്പോൾ എസ് ഓർ എസ് ചേർക്കുന്നതിലൂടെ ഒരു നൗൺ പ്ലൂറൽ ആകും. എസ് ഓർ എസ് ചേർക്കുന്നതിലൂടെ ഒരു വെർബ് സിംഗുലർ ആകും. ഒരു സിംഗുലർ സബ്ജക്റ്റിനൊപ്പം ഒരു സിംഗുലർ വെർബും ഒരു പ്ലൂറൽ സബ്ജക്റ്റിനൊപ്പം ഒരു പ്ലൂറൽ വെർബുമാണ് ചേർക്കേണ്ടത്. അടുത്തതായി റൂൾ നമ്പർ 1 പഠിക്കാം. എ സബ്ജക്റ്റ് വിൽ കം ബിഫോർ എ ഫ്രേസ് ബിഗിനിങ് വിത്ത് ഓഫ്. ദിസ് ഈസ് എ കീ റൂൾ ഫോർ അണ്ടർസ്റ്റാൻഡിങ് സബ്ജക്റ്റ്. ഓഫ് എന്ന വേർഡിൽ തുടങ്ങുന്ന ഒരു ഫ്രേസിന് മുൻപായി ഉപയോഗിക്കുന്ന സബ്ജക്റ്റിന് അനുസരിച്ചായിരിക്കണം സിംഗുലർ വെർബ് ഉപയോഗിക്കണോ അതോ പ്ലൂറൽ വെർബ് ഉപയോഗിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത്. ഓഫിന് ശേഷം വരുന്ന സബ്ജക്റ്റ് ഫോം അനുസരിച്ച് വെർബിൻ്റെ ഫോം തീരുമാനിക്കുന്നത് തെറ്റാണ്. ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എ ബൊക്കെ ഓഫ് യെല്ലോ റോസസ് ഗീവ്സ് ഫ്രാഗ്രൻസ് ടു ദി റൂം. യെല്ലോ റോസസ് പ്ലൂറൽ ഫോമാണ്. അതിനനുസരിച്ച് പ്ലൂറൽ വെർബ് ഉപയോഗിക്കാനാവില്ല. ഓഫിന് മുമ്പായി വരുന്ന സബ്ജക്റ്റിനനുസരിച്ചായിരിക്കണം വെർബിൻ്റെ ഫോം തീരുമാനിക്കേണ്ടത്. ബൊക്കെ എന്നുള്ളത് സിംഗുലർ ഫോം ആയതിനാൽ സിംഗുലർ വെർബ് ആയ ഗീവ്സ് ഉപയോഗിക്കുന്നതാണ് ശരി. അടുത്ത റൂൾ പഠിക്കാം. രണ്ടാമത്തെ റൂൾ എന്തെന്നാൽ ടു സിംഗുലർ സബ്ജക്ട്സ് കണക്റ്റഡ് ബൈ ഓർ, എയ്തർ ഓർ, നെയ്തർ നോർ റിക്വയർ എ സിംഗിൾ വെർബ്. ഒരു സെൻറ്റൻസിൽ 2 സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അവ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഓർ അല്ലെങ്കിൽ എയ്തർ ഓർ അല്ലെങ്കിൽ നെയ്തർ നോർ വെച്ചാണെങ്കിൽ അതിനുശേഷം വെർബ് ഉപയോഗിക്കേണ്ടത് സിംഗുലർ ഫോമിൽ ആണ്. ഉദാഹരണം പറയാം. ഓർ ഉപയോഗിക്കുന്നവരിടം മൈ ഓൺ ഓർ മൈ അങ്കിൾ ഈസ് അറൈവിംഗ് ബൈ ട്രെയിൻ ടുഡേ. ഈസ് അറൈവിംഗ് എന്ന സിംഗുലർ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ ഓൺ അല്ലെങ്കിൽ എൻ്റെ അങ്കിൾ ഇന്ന് ട്രെയിനിൽ വരും. അടുത്തത് നെയ്തർ നോർ. നെയ്തർ ജുവാൻ നോർ കാർമെൻ ഈസ് അവൈലബിൾ. 2 പേരിൽ ആരും അവൈലബിൾ അല്ല. ഇവിടെ 2 സബ്ജക്റ്റ് ഉണ്ടെങ്കിലും നെയ്തർ നോർ ഉപയോഗിച്ചിരിക്കുന്നതിനാൽ ആർ അല്ല ഈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് എയ്തർ ഓർ. എയ്തർ നോബി ഓർ ഫെബി ഈസ് ഹെൽപ്പിംഗ് ടുഡേ വിത്ത് സ്റ്റേജ് ഡെക്കറേഷൻ. ഇവിടെയും 2 സബ്ജക്ട്സ് ഉണ്ട്. എയ്തർ ഓർ ഉപയോഗിച്ചിരിക്കുന്നതിനാൽ ആരെങ്കിലും ഒരാൾ എന്ന അർത്ഥമാണ് വരിക. ആയതിനാൽ ആർ അല്ല അവിടെ ഈസ് എന്നാണ് വെർബിനൊപ്പം ചേർക്കേണ്ടത്. അടുത്തത് റൂൾ നമ്പർ 3. ദ വെർബ് ഇൻ ആൻ or, either or,
neither nor sentence agrees with the noun or pronoun closest to it. ഈസ് അല്ലെങ്കിൽ ആറിന് പകരം ബേസിക് വെർബ് തന്നെ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ വെർബിൻ്റെ സിംഗുലർ അല്ലെങ്കിൽ പ്ലൂറൽ ഫോം തീരുമാനിക്കേണ്ടത് സെൻറ്റൻസിൽ ആ വെർബിനോട് ചേർന്ന് നിൽക്കുന്ന നൗണിനെ അല്ലെങ്കിൽ പ്രൊനൗണിനെ ആശ്രയിച്ചായിരിക്കും. ഉദാഹരണത്തിന്, നെയ്തർ ദി പ്ലേറ്റ്സ് നോർ ദി സെർവിംഗ് ബൗൾ ഗോസ് ഓൺ ദാറ്റ് ഷെൽഫ്. ഈ സെൻറ്റൻസിൽ ആദ്യമേ ഉപയോഗിച്ച നൗൺ പ്ലൂറൽ ഫോമിലാണ്, രണ്ടാമതുള്ള നൗൺ സിംഗുലർ ഫോമിലും. വെർബ് സിംഗുലർ നൗണിനോട് ചേർന്നായതിനാൽ സിംഗുലർ വെർബ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അഥവാ ഈ നൗൺസ് തിരിഞ്ഞു വരികയാണെങ്കിൽ എങ്ങനെയാകുമെന്ന് നോക്കാം. നെയ്തർ ദ സേവിംഗ് ബൗൾ നോ ദി പ്ലേറ്റ്സ് ഗോ ഓൺ ദി ഷെൽഫ്. വെർബിനോട് ചേർന്ന് വരുന്ന നൗൺ പ്ലൂറൽ ഫോം ആയതിനാൽ പ്ലൂറൽ വെർബ് ആയ ഗോ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് റൂൾ നമ്പർ 4. ഇറ്റ് ഈസ് എ ജനറൽ റൂൾ. യൂസ് എ പ്ലൂറൽ വെർബ് with 2 or more subjects when they are connected by and. and എന്ന കണക്റ്റിംഗ് വേർഡ് ഉപയോഗിച്ച് 2 സബ്ജക്റ്റുകൾ വരുന്ന ഒരു സെൻറ്റൻസിൽ തീർച്ചയായും പ്ലൂറൽ വെർബ് മാത്രമേ ഉപയോഗിക്കാവൂ. ഉദാഹരണത്തിന്, എ കാർ ആൻഡ് എ ബൈക്ക് ആർ മൈ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. കാറും ബൈക്കും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സബ്ജക്ട്സ് ആണ്. അവ ആൻഡ് എന്ന ലിങ്കിങ് വേർഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. ആയതിനാൽ പ്ലൂറൽ ഫോമിൽ ആർ ഉപയോഗിച്ചിരിക്കുന്നു. അടുത്തത് റൂൾ നമ്പർ 5. ഇൻ എ സെൻറ്റൻസ്, ഇഫ് ദ സബ്ജക്റ്റ് ഈസ് സെപ്പറേറ്റഡ് ബൈ വേർഡ്സ് ലൈക്ക് എലോങ് വിത്ത്, ആസ് വെൽ ആസ്, ബിസൈഡ്സ്, നോട്ട്, ദ ഫോം ഓഫ് വെർബ് ഈസ് ബേസ്ഡ് ഓൺ സബ്ജക്റ്റ് മെൻഷൻഡ് അറ്റ് ഫസ്റ്റ്. ചില സെൻറ്റൻസുകളിൽ സബ്ജക്റ്റിന് ശേഷം എലോങ് വിത്ത്, ബിസൈഡ്സ്, നോട്ട് എന്നീ വേർഡ്സ് ഉപയോഗിച്ചതിന് ശേഷം മറ്റൊരു സബ്ജക്റ്റ് കൂടി വെർബിന് മുമ്പായി ചേർക്കും. അപ്പോഴും വെർബ് ഉപയോഗിക്കുന്നതിൽ സംശയം തോന്നാം. ആദ്യമേ ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്, അഥവാ പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വെർബ്. ഈ ഉദാഹരണം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ദ പൊളിറ്റീഷ്യൻ എലോങ് വിത്ത് ദി സപ്പോർട്ടേഴ്സ് ഈസ് എക്സ്പെക്റ്റഡ് ഷോർട്ട്ലി. പൊളിറ്റീഷ്യൻ എന്ന സബ്ജക്റ്റ് സിംഗുലർ ഫോമാണ്, പൊളിറ്റീഷ്യനെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആയതിനാൽ സിംഗുലർ ഫോമായ ഈസ് വെർബ് ആയി ഉപയോഗിച്ചു. മറ്റൊരു ഉദാഹരണം, എക്സൈറ്റ്മെൻറ്റ് ആസ് വെൽ ആസ് നെർവസ്നെസ് ഈസ് ദി കോസ് ഓഫ് ഹെയർ ഷേക്കിംഗ്. എക്സൈറ്റ്മെൻറ്റ്, നെർവസ്നെസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സബ്ജക്ട്സ് ആണ്. അവ യോജിപ്പിച്ചിരിക്കുന്നത് ആസ് വെൽ ആസ് കൊണ്ടായതിനാൽ അവയിൽ ഒന്നാമത്തെ തിരഞ്ഞെടുത്ത് വെർബ് ഉപയോഗിച്ചാൽ മതി. അടുത്തത് റൂൾ നമ്പർ 6. പാരന്തസിസ് ആർ നോട്ട് പാർട്ട് ഓഫ് ദി സബ്ജക്റ്റ്. നാം സെൻറ്റൻസ് എഴുതുമ്പോൾ പലപ്പോഴും ചില കാര്യങ്ങൾ ബ്രാക്കറ്റിൽ ഇടാറുണ്ട്. എന്നാൽ ബ്രാക്കറ്റിൽ വരുന്ന കാര്യങ്ങൾ സബ്ജക്റ്റിൻ്റെ കൂടെ ചേർക്കാൻ പാടില്ല. ഉദാഹരണം, ജോ ആൻഡ് ഹിസ് ട്രസ്റ്റി മട്ട് വാസ് ഓൾവേസ് വെൽക്കം. സബ്ജക്റ്റിന് ശേഷമുള്ള ഫ്രേസ് ബ്രാക്കറ്റിൽ വന്നിരിക്കുന്നതിനാൽ വെർബിൻ്റെ ഫോം സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. യൂസ് എ സിംഗുലർ വെർബ് വിത്ത് ഡിസ്റ്റൻസസ്, പീരിയഡ് ഓഫ് ടൈം, സംസ് ഓഫ് മണി എക്സെട്ര when considered it as a unit. സംഖ്യയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ ഒരു യൂണിറ്റ് എന്ന നിലയ്ക്ക് ഡിസ്റ്റൻസ്, പീരിയഡ് ഓഫ് ടൈം, സംസ് ഓഫ് മണി ഒക്കെ ഏതെങ്കിലും ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോൾ സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഉദാഹരണത്തിന്, 3 miles ഈസ് ടു ഫാർ ടു വാക്ക്. 3 മൈൽസ് ഒരു യൂണിറ്റ് ആണ്. 5 years ഈസ് ദി മാക്സിമം സെൻറ്റൻസ് ഫോർ ദാറ്റ് ഒഫൻസ്. 1000 rupees ഈസ് എ ഹൈ പ്രൈസ് ടു പേ. 1000 rupees എന്ന് പറയുമ്പോൾ അത് പ്ലൂറൽ ഫോം ആണ് എന്ന് തോന്നുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ ആറല്ല ഈസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഉദാഹരണം, 10 hours ഈസ് ദി മാക്സിമം ഐ ക്യാൻ ഗീവ് യു. അടുത്തത് റൂൾ നമ്പർ 8. വിത്ത് വേർഡ്സ് ദാറ്റ് ഇൻഡിക്കേറ്റ് പോർഷൻസ്, എ ലോട്ട്, എ മെജോറിറ്റി, സം, ഓൾ come before the singular noun, then use a singular verb. If it is plural, use plural verb. നൗണിന് മുമ്പായി എ ലോട്ട്, എ മെജോറിറ്റി, സം, ഓൾ എന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ അളവ് പറയുന്നുവെങ്കിൽ അളവിനനുസരിച്ചല്ല വെർബിൻ്റെ ഫോം കണ്ടെത്തുന്നത്, നൗണിനെ ബേസ് ചെയ്തായിരിക്കും. ഉദാഹരണത്തിന്, എ ലോട്ട് ഓഫ് ദി പൈ ഹാസ് ഡിസപ്പിയർഡ്. എ ലോട്ട് ഓഫ് ദി പൈസ് ഹാവ് ഡിസപ്പിയർഡ്. അളവ് പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ സബ്ജക്റ്റായ പൈ വന്നിരിക്കുന്നത്. ആ പൈയെ ബേസ് ചെയ്താണ് വെർബ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത്. എ തേർഡ് ഓഫ് ദി സിറ്റി ഈസ് അൺഎംപ്ലോയിഡ്. എ തേർഡ് ഓഫ് ദി പീപ്പിൾ ആർ അൺഎംപ്ലോയിഡ്.
റൂൾ നമ്പർ 9 എന്നാൽ കളക്റ്റീവ് നൗൺ. ചിൽഡ്രൻ, പീപ്പിൾ കളക്റ്റീവ് നൗൺസ് ആണ്. അവ ഒരു ഗ്രൂപ്പിനെ കാണിക്കുന്നു. ഫാമിലി, പോപ്പുലേഷൻ എക്സെട്ര. ഇങ്ങനെ കളക്റ്റീവ് നൗൺ സബ്ജക്റ്റായി വരുന്ന ഒരു സെൻറ്റൻസിൽ വെർബിന് പ്ലൂറൽ അല്ലെങ്കിൽ സിംഗുലർ ഫോം നമ്മളുടെ താല്പര്യം പോലെ ഉപയോഗിക്കാം. അവിടെ പ്രത്യേകിച്ചൊരു നിയമം അതിനായില്ല. ഉദാഹരണത്തിന്, ഓൾ ഓഫ് മൈ ഫാമിലി ഹാസ് അറൈവ്ഡ് ഓർ ഹാവ് അറൈവ്ഡ്. മോസ്റ്റ് ഓഫ് ദി ജുറി ഈസ് ഹിയർ ഓർ ആർ ഹിയർ. ഇവിടെ സിംഗുലർ അല്ലെങ്കിൽ പ്ലൂറൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അത് ഗ്രാമാറ്റിക്കൽ എററായി വരികയില്ല. അവസാനത്തെ റൂൾ നമ്പർ 10. The word were replaces was in sentences that expresses a wish or are contrary to fact. ഒരു ആഗ്രഹം പറയുന്ന സെൻറ്റൻസിൽ വാസ് അല്ല വേർ ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. എക്സാമ്പിൾ, ഇഫ് ഐ വെയർ എ ബേർഡ്. നിങ്ങൾക്കൊരു ബേർഡ് ആകാൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് ഈ സെൻറ്റൻസ് ഒരു കോൺട്രഡിക്റ്ററിയാണ്, അല്ലെങ്കിൽ ഒരു വിഷ്, ഒരു ആഗ്രഹമാണ്. ആയതിനാൽ ഇവിടെ വേർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇഫ് ജോ വെയർ ഹിയർ യു വുഡ് ബി സോറി. അതുകൊണ്ട് ഒരു വിഷ് പറയുന്ന ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള സെൻറ്റൻസിൽ വാസിന് പകരമായി വേർ എന്ന വേർഡാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൻ്റെ 10 റൂൾസ് നാം പഠിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിങ്ങിൻ്റെ ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തതായി ഗ്രാമറിൽ ചില ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ആണ് പഠിക്കുവാൻ പോകുന്നത്. അതിനായി ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുമുണ്ട്.